ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ബൈ ചേട്ടാ. ഓക്കെ ബൈ. എടാ നിന്റെ നാക്ക് ശരിക്കും കരിനാക്ക് തന്നെയാ അളിയാ. താങ്ക്സ് ഡാ. എന്റെ നാക്ക് കരിനാക്കോ? ഡാടാ നിക്കോടെ. ഹലോ എല്ലാ ചുരിദാർ ജെന്നിഫർ, എന്നെ ഓർമ്മയില്ലേ അന്ന് RSC കോളേജിൽ എക്സാം എഴുതാൻ വന്നപ്പം അമ്പലത്തിന് മുന്നിൽ ഇയാളുടെ പേര് ഗസ് ചെയ്തത്? അറിഞ്ഞൂടാ. ജെന്നിഫർ. ഐ ഡോണ്ട് നോ. സർ കഴിഞ്ഞു സർ. നിങ്ങൾ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ പോരാ, ടൈം ആവണം. സർ പ്ലീസ് സർ, അർജന്റായിട്ട് എന്ത് പോകാൻ ഏജൻസി ആണെങ്കിലും പുറത്തു പോകാൻ പറ്റില്ല സർ. പ്ലീസ് സർ, അവിടെ ഇരിക്കൂ. വരച്ചത് മതി, കഴിഞ്ഞെങ്കിൽ തന്നച്ച് പോവാൻ നോക്ക്. താങ്ക് യു സർ. നന്നായിട്ട് എഴുതിയോ നീ? ഹലോ എല്ലാ ചുരിദാർ. ഞാൻ സംസാരിക്കുമെന്ന് കരുതിയോ എന്റെ ചേട്ടൻ കൂടെയുള്ളപ്പോ? അല്ല അത് ഒന്ന് വേഗം പറ, എനിക്ക് പോണ്ടേ. അല്ല അല്ല എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഫീസ് അടച്ചതല്ലേ എന്ന് കരുതി എന്തൊക്കെയോ എഴുതിട്ട് ഞാൻ വന്നു. എന്തായാലും കാലിക്കറ്റ് NIT എനിക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ട്. ഞാൻ എന്റെ കോളേജ് ടോപ്പറാ. അതല്ല, നിനക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. ഡോണ്ട് വറി, നീ എന്തിനാ ഫീൽ ചെയ്യുന്നത്? ലോക്കൽ കോളേജ് എന്തായാലും നിനക്ക് സീറ്റ് കിട്ടുമെന്നുള്ളത് ഉറപ്പാ. എല്ലാവർക്കും എന്നെ പോലെ NIT കിട്ടുന്നത് കുറച്ച് ബുദ്ധിമുട്ടാ. ശരി എന്നാ ബൈ കേട്ടോ. അതെ അത് പിന്നെ മിനിഞ്ഞാന്ന് ഇയാളെ ആദ്യമായിട്ട് എൻട്രൻസ് എക്സാമിന് കണ്ടപ്പോ ആക്സിഡന്റിലാന്ന് വിചാരിച്ചു കേട്ടോ. എന്നാ വീണ്ടും ഇയാൾ ഒന്നുകൂടെ കണ്ടുമുട്ടിയപ്പോ അതായത് ദൈവം നമുക്കിടയിൽ എന്ത് തീരുമാനിച്ച പോലെ ലോങ് ലാസ്റ്റിംഗ് മാജിക്കൽ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്ത പോലെ ഉണ്ടല്ലേ. പിന്നെ കണ്ടുമുട്ടുമ്പോ വിൽ തിങ്ക് അബൌട്ട് ഇറ്റ്. അല്ല വീണ്ടും എപ്പോഴാണെന്ന് പറയോ? ഞാൻ വേറെ എൻട്രൻസ് എക്സാമിന് അപ്ലൈ ചെയ്തിട്ടില്ല കേട്ടോ. ഞാനും ചെയ്തിട്ടില്ല. ഇയാളുടെ ഫോൺ നമ്പർ എങ്കിലും ഒന്ന് തന്നിട്ട് പോടോ. തരൂല. ഇയാൾക്ക് അഡ്രസ് എങ്കിലും പറഞ്ഞിട്ട് പോക്കൂടെ? ഗോഡ്, മാജിക് എന്നല്ലേ നീ പറഞ്ഞേ? എന്നാലേ ഒരു ക്ലൂ തരട്ടെ. ഗണപതി അമ്പലത്തിന്റെ അടുത്താണ് എന്റെ വീട്. ഈ ക്ലൂ മാത്രം മതി. ഗണപതി ഇല്ലാത്ത അമ്പലം എവിടെയാടാ ഉള്ളേ? ഇവിടുത്തെ എല്ലാ സ്ട്രീറ്റിലും അമ്പലമുണ്ട്. ഏത് അമ്പലത്തിലാണെന്ന് വെച്ച് അന്വേഷിക്കുന്നത്? പ്രണയത്തിന് വേണ്ടി 7 കടലും താണ്ടി പോകുന്നവരുണ്ടടാ. നീ കണ്ടോ, അവിടെ മുഴുവൻ അരിച്ചു പെറുക്കി അവളുടെ വീട് ഞാൻ കണ്ടുപിടിച്ചിരിക്കും. ഇനി എനിക്ക് നടക്കാൻ വയ്യ. ഇതിപ്പോ പകുതി വേറെ ആണല്ലോ. എന്റെ ഗണപതി, ഈ മണ്ടം മനോയെ സഹായിക്കാൻ മനസ്സുണ്ടാവണേ. ആ ജെന്നിഫറിന്റെ അഡ്രസ് ഒന്ന് കാണിച്ചു തന്നാ മതി. ഞാനൊരു 100 എത്തി വിട്ടേക്കാവേ. സത്യമായിട്ട് പറഞ്ഞതാ. സത്യം. കുമ്പോടോട്ട് ആൾക്കാരും എത്തിയല്ലോ. അമ്മ, ഞാൻ കുമ്പകോട കണ്ടിട്ട് വരാം. സൂക്ഷിച്ചു പോണേ. എന്റെ നാട് ഇത്ര വലുതാണെന്ന് നിന്നെ അന്വേഷിച്ച് നടന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഐ ലവ് യു ജെനി. ഇങ്ങനെ 3 പ്രാവശ്യം കണ്ട് സംസാരിച്ചപ്പോ തന്നെ പ്രേമമാണെന്ന് എങ്ങനെ പറയാ? പ്രേമം എന്തെന്നാൽ ഒരാളെ മനസ്സിലാക്കുന്നതാണ്. അത് അനുഭവിച്ചാലേ അറിയൂ. അങ്ങനെയാ വേണ്ടത്. അറ്റ്ലീസ്റ്റ് നിന്റെ പേര്, നാട് എനിക്കൊന്നും അറിയില്ല. മാത്രമല്ല ഇതെനിക്ക് സെറ്റാവില്ല. എന്റെ ചേട്ടൻ എനിക്ക് വേണ്ടി കുറെ ത്യാഗം സഹിച്ചിട്ടുണ്ട്. NIT MCA പഠിച്ചു തീർത്ത് MNC ഒരു ജോലി നോക്കി എന്റെ വീട്ടുകാരെ എനിക്ക് ഹെൽപ്പ് ചെയ്യണം. ഇപ്പൊ എന്താ കുഴപ്പം? നിനക്ക് എന്നെ പറ്റി അറിയണം, അത്രയല്ലേ ഉള്ളൂ. നമ്മൾ ഒരുമിച്ച് പോകുന്ന യാത്രയിൽ നിനക്കത് മനസ്സിലാവും. ലെറ്റ്സ് മീറ്റ് ഇൻ NIT കാലിക്കറ്റ്. ബൈ. എന്റെ പേര് മനു ദുർഗരാജ്, നാട് തൊരൂർ.